ഇന്ന് മീൻ വറുത്ത ഉണ്ടാക്കുമ്പോ ഞാനും ഉണ്ടാക്കുന്നുണ്ട്, നന്ദു ഉണ്ടാക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ മീൻ വറുത്ത ഉണ്ടാക്കുന്നത് കണ്ടാലോ? കമോൺ ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് ഇന്ന് ചെങ്കലവയാണ് കിട്ടിയേക്കുന്നത്. ഇതാണെങ്കിൽ അമ്മ എല്ലാം ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ 3 ചെങ്കലവ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വറക്കാം. ഓക്കെ, വെറൈറ്റി മസാല ഉണ്ടാക്കാം. ഇതിന്റെ റെസിപ്പി പറഞ്ഞു തരുന്നത് നന്ദുവാണ്. ആദ്യമേ ഇത് രണ്ടും പൊളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പൊളിക്കാം. റെസിപ്പി നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടത് കൊച്ചുള്ളിയാണ്. അപ്പൊ നന്ദു പറഞ്ഞു കൊച്ചുള്ളി ഇതാക്കാൻ. അപ്പൊ കൊച്ചുള്ളി നമ്മൾ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചുള്ളി പൊളിക്കുന്നു. അതല്ലേ. പിന്നെ വെളുത്തുള്ളി വേണം. കണ്ണു നിറഞ്ഞു. വെളുത്തുള്ളി വേണം. പിന്നെ ഇഞ്ചി വേണം. മുളക് പൊടി വേണം. മഞ്ഞപ്പൊടി വേണം. മഞ്ഞപ്പൊടി വേണം. ഉപ്പ് വേണം. കുരുമുളക് പൊടി വേണം. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ചിട്ട് നമുക്ക് പെരട്ടണം. അതെ, നമുക്കപ്പം ഉള്ളി അരിയ. കണ്ണു നിറഞ്ഞു. ഉള്ളി അരിഞ്ഞാൽ പിന്നെ കണ്ണു കയറത്തില്ലേ മണ്ടി. കണ്ണ് നീറുന്നോണ്ടാണ് നീ അരിയുന്നത്. ഇനി കണ്ണ് നീറുമ്പോഴത്തേക്കിനും ഈ സവാളയുടെ ഇത് ചെവി വെച്ച കണ്ണ് നിറത്തില്ല. സത്യമാണോ? അയ്യോ കണ്ണു അയ്യോ അരുണ് വയ്യേ എന്തിനാ ചതിച്ചടിയതിന്റെ. ഉള്ളി എരിയുമ്പോൾ അയ്യോ കരയുന്നതാ. അയ്യോ നിന്നോട് ആര് അമ്മ എന്റെ അടുത്ത് മീൻ പറക്കാൻ പറഞ്ഞാണ് നീ കരയുന്നേ. അയ്യോ അയ്യോ. അപ്പൊ നമുക്കിനി എന്താ ഗാർലിക് ഇതാക്കാം. അതായത് വെളുത്തുള്ളി ഇങ്ങനെ 2 മതി. വലുതായോണ്ട് 2 മതി കേട്ടോ. ഇത്ര മസാല ഉണ്ടോ? ഇത്ര ഇതില്ല, ഇത്രയെല്ലാം പിടിക്കണ്ടായിരുന്നു. അപ്പം ഇത്ര ഒരെണ്ണം കൂടി ഇടാൻ വേണമെങ്കിൽ ഒരെണ്ണം കൂടി ഇട്ടാലും വേണ്ടിയില്ല. സോ നമുക്ക് ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയ്ക്കുള്ള മിക്സിക്കകത്ത് ഇട്ടരിക്കേണ്ട കാണിച്ചു തരാവേ. നമുക്ക് പച്ചമുളക് 2 കൂടി എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ചുമ്മാ മറ്റേ മുളക് പൊടി കുറച്ചിട്ടാൽ മതി. അപ്പൊ ഇതിടുമ്പം എരിവ് കറക്റ്റ് ആവും. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയിലോട്ട് ഇടാവേ. വെളുത്തുള്ളിയും കൊച്ചുള്ളിയും പിന്നെ മുളകും പിന്നെ മുളക് പൊടി ഇടണം. മല്ലിപ്പൊടി തെറ്റിപ്പോയതാ. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിക്കാത്തത് ഇട്ടാ ഇതില്ലേ? പൊടിക്കാത്ത ഇട്ടാ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. പൊടിക്കാത്ത ഇട്ടാ കുറച്ചുകൂടെ നൈസ് ആയിരിക്കും. ഇത്ര മതിയാവില്ല. നമുക്ക് മുളക് അത്യാവശ്യം ഇട്ടിട്ടുള്ളതുകൊണ്ട് കുറച്ച് മുളക് പൊടി വേണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാവേ. ഉപ്പിട്ട് ഓക്കെ, ഇത്ര മതി. വേണമെങ്കിൽ നമുക്ക് ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് മിക്സിയിലിട്ട് അരച്ചിട്ട് വേണം. ഓക്കെ, നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാവേ. നോക്കാം, കുറച്ചുകൂടെ അരയാനുണ്ട്. മിക്സിയിലിട്ട് അരയ്ക്കാറില്ല. കുറച്ചുകൂടെ അരഞ്ഞ സൂപ്പർ ആയിരിക്കും. ഇത്ര മതിയോടി മസാല? 3 മീൻ അത്ര മതി. അപ്പൊ ഗൈസ് ഇത് അരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് മീൻ്റെ അതുകൊണ്ട് അപ്ലൈ ചെയ്യാം. അല്ല എന്തായാലും ഇടാം. അപ്പൊ നമുക്കിത് കുഴന്ന് കുഴയ്ക്കാവേ. ടേസ്റ്റ് നോക്കുമ്പോ ടേസ്റ്റ് ഇന്നലെ ഇയാള് ഇന്നപ്പോഴത്തേനെ കണ്ടായിരുന്നു. ഇയാൾക്ക് ഇന്നലല്ല മെനഞ്ഞാന്ന് കണ്ടായിരുന്നു. അതുപോലെ ആ ടേസ്റ്റ് തന്നെ. അപ്പൊ നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചു നേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, പരിഞ്ഞിട്ട് വെച്ചാ പോലെ. മീൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയി. അപ്പൊ നമുക്ക് ഇതെടുത്ത് വറക്കാം. വെച്ചിട്ടുണ്ട്. ഇതിന്റെ പാൻ ചൂടായിട്ട് എണ്ണ ഒഴിക്കും. ഓക്കെ, എണ്ണ ഒഴിച്ചിട്ട് കറുവേപ്പില ബഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ചൂടായി ചേർത്തിട്ട് എന്നാലും തുടച്ചുകൊണ്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. പിന്നെന്താ ഇച്ചിരി കുറച്ച് മതി. അത് വേണം. അതൊത്തിരി ഉണ്ട് കേട്ടോ. അത് അതിനകത്ത് ഒഴിക്കല ഉരുകും. എടി ഗ്ലാസ് എന്താ ഇത്ര കുഴപ്പമുണ്ട്? അത്ര വേണ്ട. ഒഴിച്ച് വെച്ചാല് ഇത് ഉരുകി പോടി പൊട്ടി. ഇല്ലല്ല, കട്ടത്തൊന്നുമില്ല. കുറച്ച് അതിനകത്ത് കഴിക്കും. കയ്യിലൊന്നും വീഴല്ലേ? അത്
മതി മതി. അപ്പൊ നമുക്ക് കറിവേപ്പില ഇതിന്റെ അകത്തോട്ട് പൊട്ടിച്ചിടാം. പൊട്ടിച്ചിടണ്ടാടി, ബഡ്ഡി ചെയ്താ മതി. പൊട്ടി ഇതിങ്ങനെ ഇങ്ങനെ നേരെ നേരെ വെക്കടി. വേണ്ട, ഇത് പുതിയ ഫാഷൻ. അത്ര ഇട്ട് ഫ്രഷ് കറിവേപ്പില. ഇങ്ങനെ അല്ലടി, ഇതൊന്നും ഇങ്ങനൊന്നും അല്ല എന്റെ മീൻ വറുത്തത്. ഇത് അന്വേഷണ മീൻ വറുത്ത. ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കിയായിരുന്നോ? ടേസ്റ്റ് ചെയ്ത് നോക്കിയോ? ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കടി കുറച്ച്. എന്നാ ഓക്കെ, ഇനി വെച്ചോ. കൂടുതലാണോ? നീ ഇറങ്ങി മീനിടുവാ. മീനിട്. മറ്റേ കൂടെ 3 എണ്ണയല്ലേ ഉള്ളു. 3 എണ്ണ ഇടാൻ. എന്നിട്ട് ഓക്കെ 3 എണ്ണ. മസാല മാറ്റാതെ മസാല എടി, ഞാനിത് ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ടത് തേജാവുമാണ്. ഞാൻ ഇങ്ങനെ സീൻ നേരത്തെ കണ്ടിട്ടുണ്ടീ. നീ ഇങ്ങനെ മീന് ഇങ്ങനെ മീൻ വറുത്തിട്ട് ഇതിന്റെ മണ്ടക്കോട്ട് നീ ഇങ്ങനെ മസാല വെക്കുന്ന സാധനം. എടി, അത് ബാക്കി മസാല ഇല്ലേ അതിനകത്ത്? എടി നീ മണ്ടിയാണോ? എടി ബാക്കി കൂടെ അപ്പുറത്ത് എടി തിരിച്ചിടും. ബാക്കിയോട് തേക്കണേ, എന്തിനു മസാല കളയുന്നേ? നീ ഒരു മണ്ടിയാണല്ലോ എല്ലാരും. എന്റെ നല്ല മീൻ വറുത്ത് ഇവള് കുളമായി കളയുവള്. നല്ല മീൻ വറുത്തത് കണ്ടോ? ചൂട് മീൻ വറുത്തത് കൊള്ളാം. പിന്നെ വേറെ സ്പെഷ്യൽ ഉണ്ട്. അമ്മ മീൻ കറിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. നമ്മൾ വ്ലോഗ് എടുക്കുന്നത് പറഞ്ഞോണ്ട് അമ്മ മീൻ വറുത്തത് ഉണ്ടാക്കാൻ കണ്ടോ? മീൻ വറുത്തുണ്ടോ? പക്ഷെ മീൻ കറി ഉണ്ടോ? കറി ഈ സത്യം പറഞ്ഞാൽ ഈ മീൻ കറിക്ക് ഒരു മണം വരും. എന്നിട്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലെങ്കിൽ സൂപ്പറാ. കറിയൊന്നും ഇല്ലെങ്കിൽ അല്ലേ? നല്ല ചൂട് ചോറിൻ്റെ കറിയൊന്നും ഇല്ലാതെ നല്ല എനിക്ക് ചോറിൻ്റെ കൂടെ തിന്നുന്നത്. എനിക്ക് അല്ലാണ്ട് തിന്നാണ് ഇഷ്ടം. നല്ലതല്ലേ? മീൻ കറി സ്പെഷ്യലിസ്റ്റ് എങ്ങനെയുണ്ടോ? മനസ്സിലെന്തോ സൂപ്പർ. പക്ഷെ ചെങ്ങല ഒരു ദിവസം കൂടി ഇരുന്ന സൂപ്പർ ആയിരിക്കും അല്ലേ? രാവിലെ ഇടുന്ന സൂപ്പർ ആയിരിക്കും. അതെ. അവള് വെളിച്ചെണ്ണ പരമ്പൊഴിക്ക് ഒഴിക്കുന്നോട്ട് കൂട്ടി തിരിച്ചിടാൻ പോവാണ്. ഒരെണ്ണം ഞാൻ തിരിച്ചിട്ട് ഓൾറെഡി. ഇടക്കത്തെ കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബാക്കി അതിനകത്തുള്ള കളഞ്ഞ മസാല ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ പിടിച്ചായിരുന്നു. ശരിയടാ, 1 ഇഞ്ചിലെ മസാല കളഞ്ഞു തോന്നല്ലേ? പകുതിയോളം മസാല കളഞ്ഞോളൂ. നമുക്കിനി മൂത്തിട്ട് കാണിക്കാം. ഇവിടെ ഭംഗി വരുത്താൻ പിന്നെ എനിക്ക് മീൻ വറുത്തതിന്റെ കൂടെ പച്ചുള്ളി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സവാള അതല്ലേ പച്ചുള്ളി? അതന്നെ സവാള പച്ചുള്ളി 2 കൊച്ചുള്ളി സവാള 2 അടി മണ്ടി. അപ്പം സബോള കുഴച്ചെടുക്കുവാനു. നമുക്ക് കുറച്ച് ഉള്ളി. അതെന്താന്ന് വെച്ചാൽ അത് ഇത് ഇങ്ങനെ ആവാണ്ട് സെർവ് ചെയ്യാം. നമുക്ക് ഓഫ് ചെയ്യാം. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ. എന്റെ ഫ്ലേവർ ആയിട്ടാന്ന് തോന്നുന്നു ഇത്രയും നല്ല മനോഹരം. ഞാൻ ഉണ്ടാക്കിയോണ്ടല്ല. വാവ്, ഏസ്തെറ്റിക്. അപ്പൊ ഗൈസ്, നമ്മുടെ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്കിത് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ചൂടുണ്ടേ, തിളച്ച പടുതി എടുത്തോണ്ട് വന്നാണ്ട് ചൂടുണ്ട്. റെസിപ്പി തിളച്ചിരിക്കുക. നമുക്ക് കുറച്ച് ഒരു ഉള്ളിയും കൂടി ഉണ്ട്. റെസിപ്പി ഓടി അല്ലെങ്കിൽ എന്റെ റെസിപ്പി സൂപ്പർ ആണ്. മറ്റേ കരിമീൻ വറുത്തതല്ലേ, അതേ വിട്ടു. ആ റെസിപ്പിയോ? കൊള്ളാം.
ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പൊ മീൻ വറുത്തത് എന്തായാലും നല്ലതായിട്ടുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോ ചിക്കൻ വറുക്കും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.